ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഓണമാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ വ്ളോഗാണിത്. മേ ബി ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ മെയിൻ സദ്യ തന്നെയാണ് എപ്പോഴും. അപ്പോൾ സദ്യ ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഇന്നലെ നൈറ്റ് തന്നെ കട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു ചായ ഇട്ട് കുടിച്ചാലേ ഞാനൊന്ന് ഉഷാറാവുള്ളൂ. അപ്പം ഞാനൊന്ന് ഉഷാറായാലേ ബാക്കി പരിപാടികളൊക്കെ ഉഷാറാവുള്ളൂ. അപ്പോൾ ഒരു ചായന്ന് തന്നെ ഇന്നത്തെ പാചകം തുടങ്ങാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പോൾ ദോശ കഴിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടി. ഞങ്ങളിതിനെ വെള്ളപ്പയർ എന്നാണ് പറയാറ്, ചിലർ ഇതിനെ വൻപയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ വൻപയറും മത്തനും കൂടെ നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ അത്യാവശ്യമാണ്, പിന്നെ അവിയലിന് തേങ്ങ വേണം. അപ്പോൾ കുറേ തേങ്ങ ഞാൻ ഇരുന്ന് ചിരകി കേട്ടോ. തേങ്ങ ചിരവണം, ക്യാമറയിൽ നോക്കി ചിരിക്കണം. കഷ്ടപ്പാടന്നെ ഗൈസ്. എരിശ്ശേരിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. വെള്ളപ്പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ മത്തൻ എരിശ്ശേരിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നന്നായി ചെറുതാക്കി മുറിച്ചിട്ട് കറിവേപ്പിലയിട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇടാം. കുഞ്ചു വന്ന ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. അപ്പോൾ പാചകത്തിൻ്റെ ഇടയിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പൂക്കളം ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് അണിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു പൂക്കളം കൂടെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് അത്ര പിടുത്തുള്ള കാര്യമല്ല കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഓണത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ നാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അച്ഛയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അമ്മ തന്നെയാണ് പണ്ടൊക്കെ അണിയാറ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഞാൻ അവിയലും കൂടെ ഉണ്ടാക്കി കേട്ടോ. എല്ലാം ചടപടേന്നാവണ്ടേ. ഓൾറെഡി 1 മണി ആയി കഴിഞ്ഞു. അപ്പോൾ പൂക്കളം ഇട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ വേഗം സാമ്പാറും അവിയലും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ലാസ്റ്റാണ് പായസം ഉണ്ടാക്കിയത്. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ എന്തായാലും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇലയിട്ടു. കായ വറുത്തത്, അച്ചാറ്, പപ്പടം, മത്തൻ എരിശ്ശേരി, അവിയൽ, ക്യാബേജ് ഉപ്പേരി, ചോറ്, സാമ്പാർ. പോരെ. ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ധാരാളമാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ കൂടെ കഴിഞ്ഞാൽ നാളെ കഴിക്കുന്ന കാര്യം കണക്കായിരിക്കും. ഞങ്ങളിതാ ഫുഡ് കഴിക്കാനിരുന്നു. കുഞ്ചു വിളമ്പി തരുന്നുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ. ഫുഡൊക്കെ അസലായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, പായസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഓണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓണം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആകെ ക്ഷീണിച്ചു കേട്ടോ. അയ്യോ, ഈ സാരി ഉടുത്തിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചെന്നൈയിൽ അപാര ചൂടാണ്. ഒരു രക്ഷയില്ല ചൂട് കാര്യം. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും നേരെ ഉറക്കം വന്നു. ഇനി നേരെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. പായസം കഴിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ പായസം കൂടെ കഴിക്കണം. ഇന്നത്തെ അങ്ങനെ ഇക്കൊല്ലത്തെ ഓണം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു.
കുഞ്ചു അവിടുന്ന് ഹലോ ഗൈസ് എന്ന് പറയുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം, കല്യാണം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് വീണ്ടും ലീവ് എടുക്കാന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം എന്തായാലും നാട്ടിലുണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.